ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 22. ശോഭ കരന്തലജയെ BJP തള്ളിപ്പറയുമോ? വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത കലാപങ്ങളിലൂടെയാണ് BJP വളർന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പ്രധാനമന്ത്രി മുതലുള്ള നേതാക്കൾ തന്നെ ഇത്തരം പ്രചാരണത്തിലൂടെ കലാപത്തിന് ശ്രമിക്കുന്നു. മതവും ജാതിയും മാത്രമല്ല, ഇപ്പോൾ ഭാഷയും പ്രാദേശികതയും വിദ്വേഷ പ്രചാരണത്തിന് ആയുധമാക്കുന്നു. ദേശീയ വികാരം ഉയർത്തുന്ന BJPയാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ തരംതാണ നിലയിൽ പ്രാദേശികവാദമുയർത്തി പ്രചാരണം നടത്തുന്നത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന് പിന്നാലെയാണ് കർണാടകത്തിലെ ഉന്നത നേതാവും കേന്ദ്രമന്ത്രിയുമായ ശോഭ കരന്തലജെ മലയാളികളെയും തമിഴരെയും അടച്ചാക്ഷേപിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഭീകര പരിശീലനം നേടിയ ആളുകൾ ബംഗളൂരുവിലെത്തുന്നത് സ്ഫോടനം നടത്താനാണെന്നായിരുന്നു തമിഴ്നാടിനെ പറ്റിയുള്ള വിദ്വേഷ പ്രചാരണം. രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഇത്. കേരളത്തിൽ നിന്ന് ആണുങ്ങൾ കർണാടകത്തിലെത്തുന്നത് അവിടെയുള്ള പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനാണെന്നാണ് ശോഭ മലയാളികളെ ആക്ഷേപിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. മലയാളികൾക്കും തമിഴർക്കുമെതിരെയുള്ള നീക്കമാണിത്. മുമ്പും കേരളത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇവർ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. വിദ്വേഷ പരാമർശം വലിയ രീതിയിൽ വിവാദമായതോടെ കലാപമുണ്ടാക്കാനും സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കാനും സംസ്ഥാനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും ശ്രമിച്ചെന്ന കുറ്റം ചുമത്തി ശോഭ കരന്തലജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തു. പിന്നാലെ തമിഴ്നാടിനെതിരെയുള്ള പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. എന്നാൽ കേരളത്തിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്ന നിലപാടിലാണ് ശോഭ കരന്തലജെ. അയൽ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കിടയിൽ അസ്വാരസ്യവും ഭിന്നതയും വെറുപ്പും സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ് അവർ. സത്യപ്രതിജ്ഞാ ലംഘനമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത്. സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ബാധ്യതപ്പെട്ട മന്ത്രി പ്രാദേശികവാദം ഉന്നയിച്ച് വേർതിരിവുണ്ടാക്കി വിദ്വേഷം പരത്തുകയാണ്. ഒരു കേന്ദ്രമന്ത്രിക്ക് ഇത്രയും തരം താഴാൻ കഴിയുമോ എന്നതിൻ്റെ ഉദാഹരണമാണിത്. നിലവിൽ ഉടുപ്പി ചിക്കമംഗളൂരുവിൽ നിന്നുള്ള MP ആയ കരന്തലജെ ഇത്തവണ ബംഗളൂരു നോർത്തിലാണ് മത്സരിക്കുന്നത്. പാർട്ടി അണികൾ പോലും കടുത്ത എതിർപ്പുമായി രംഗത്തു വന്നതോടെയാണ് മണ്ഡലം മാറേണ്ടി വന്നത്. ബംഗളൂരു നോർത്തിലും എതിർപ്പ് ശക്തിപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് അണികളെ ഒപ്പം നിർത്താൻ അയൽ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കെതിരെ വെറുപ്പുളവാക്കുന്ന രീതിയിൽ പരാമർശം നടത്തുന്നത്. ഇവരുടെ പരാമർശം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. മുമ്പ് അവർ ന്യൂനപക്ഷങ്ങളെ അപമാനിക്കുന്ന വർഗീയ പ്രചാരണം നടത്തിയിട്ടുണ്ട്. 2017 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്വീറ്റുകളിലൂടെ നിരവധി തവണ ഇത് ആവർത്തിച്ചു. ജിഹാദികൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്തു കൊല്ലാൻ ശ്രമിച്ചിട്ടും സർക്കാർ നിശബ്ദത പാലിക്കുകയാണെന്നായിരുന്നു ഒരു ട്വീറ്റ്. യഥാർത്ഥത്തിൽ പെൺകുട്ടി കയ്യിൽ സ്വയം മുറിവുണ്ടാക്കിയതാണെന്ന് കണ്ടെത്തിയിരുന്നു. രാജ്യത്തെ വിദ്വേഷ പ്രസംഗങ്ങളിൽ 80% BJP നേതാക്കളുടേതാണ്. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, അനുരാഗ് സിംഗ് ഠാക്കൂർ, ഗിരിരാജ് സിംഗ്, കിരൺ റിജിജു, അനന്ത് കുമാർ ഹെഗ്ഡെ, കർണാടക BJP പ്രസിഡന്റായിരുന്ന നളിൻ കുമാർ കട്ടീൽ MP തുടങ്ങിയവർ ഇക്കാര്യത്തിൽ മുന്നിലാണ്. ഒരു വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ അവരുടെ മതം, വംശം, ദേശീയത, നിറം, ലിംഗഭേദം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവേചനപരമായ ഭാഷയിൽ ആക്രമിക്കുന്നതാണ് വിദ്വേഷ പ്രചാരണം. സംസാരത്തിലോ എഴുത്തിലോ പെരുമാറ്റത്തിലോ ഉള്ള ഏത് തരത്തിലുള്ള ആശയവിനിമയവും ഇതിൽ ഉൾപ്പെടും. BJP അധികാരത്തിലെത്തിയ ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുതൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വരെ ഇത്തരത്തിലുള്ള പ്രസംഗം വ്യവസ്ഥാപിത സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗവും അക്രമവും വിവേചനവും ഉൾപ്പെടെയുള്ളവ ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹ്യ സ്ഥിരതയ്ക്കും സമാധാനത്തിനും കടുത്ത ഭീഷണിയാണ്. ഇത് അസന്ദിഗ്ധമായി അപലപിക്കപ്പെടേണ്ടതാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി മന്ത്രി V മുരളീധരനും ശോഭ കരന്തലജയുടെ വിദ്വേഷ പ്രസംഗത്തെ തള്ളിപ്പറയുമോ എന്നറിയാൻ മലയാളികൾക്ക് താൽപ്പര്യമുണ്ട്.